2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നിർണായകമായ മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയായിരുന്നു. രാജ്യത്തെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക, നിക്ഷേപകരെ ആകർഷിക്കുക, ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനത്തെക്കാൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളെ പ്രതിഫലിപ്പിച്ചു. എന്നാൽ 10 വർഷത്തിലേറെ പിന്നിടുമ്പോൾ ഈ സ്വപ്നങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായി എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിന്റെ ഒഫീഷ്യൽ കണക്കുകൾ ഒരു വിജയചിത്രം വരയ്ക്കുമ്പോൾ സ്വതന്ത്ര റിപ്പോർട്ടുകളും സാമ്പത്തിക വിദഗ്ധരുടെ വിശകലനങ്ങളും വ്യത്യസ്തമായൊരു ചിത്രം നൽകുന്നു. മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെ ഈ വീഡിയോയിൽ വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു. സർക്കാർ കണക്കുകൾ ഒരു യഥാർത്ഥ മാറ്റത്തെയാണോ അതോ പെരുപ്പിച്ച കണക്കുകളെയാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്നും ഇതിൽ പരിശോധിക്കുന്നു. 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി മോദി മേക്ക് ഇൻ ഇന്ത്യക്ക് തുടക്കം കുറിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാന ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയുടെ നിർമ്മാണ മേഖലയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു നീക്കമായിരുന്നു. പ്രധാനമായും 3 വലിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. പ്രതിവർഷം 12 തൊട്ട് 14% വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. ചൈനയെ പോലുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യക്ക് ഈ വളർച്ചാ നിരക്ക് അനിവാര്യമായിരുന്നു. 2022 രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നിർമ്മാണ മേഖലയുടെ പങ്ക് 25% ഉയർത്തുക. പിന്നീട് ഈ ലക്ഷ്യം 2025 നീട്ടി. 2014 ഇത് ഏകദേശം 15 തൊട്ട് 16% മാത്രമായിരുന്നു. 2022 ആകുമ്പോഴേക്കും നിർമ്മാണ മേഖലയിൽ 100 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായി പ്രചരിക്കപ്പെട്ടതുമായ ലക്ഷ്യം. നിക്ഷേപകർക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, നൂതന സാങ്കേതിക വിദ്യകൾക്ക് പ്രോത്സാഹനം നൽകുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുക തുടങ്ങിയവ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള വഴികളായി സർക്കാർ കണ്ടു. മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം വിലയിരുത്തുന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ് നിർമ്മാണ മേഖലയുടെ വളർച്ച. സർക്കാരിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പുകളും ചില മാധ്യമങ്ങളും ഈ മേഖലയിലെ മുന്നേറ്റത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 2024-25 സാമ്പത്തിക സർവേ അനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണ മേഖല 9.9% വളർച്ച നേടി. മുൻ വർഷം, അതായത് 2022-23 -2.2% എന്ന നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് ഈ കുതിച്ചുചാട്ടം ഒരു വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ് പോലുള്ള പുതിയ മേഖലകളിലേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ മാറിയതും ഒരു നല്ല സൂചനയായി കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് പരിശോധിക്കാൻ കൂടുതൽ ആഴത്തിലുള്ള വിശകലനം ആവശ്യമാണ്. 2022 നിർമ്മാണ മേഖലയുടെ പങ്ക് GDPയുടെ 25% ഉയർത്തുക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. എന്നാൽ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം 2013-14 കാലഘട്ടത്തിൽ 16.7% ആയിരുന്ന ഈ പങ്ക് 2023-24 കാലഘട്ടത്തിൽ ഏകദേശം 15.9% കുറഞ്ഞു. ചില റിപ്പോർട്ടുകൾ ഇത് 14.1% വരെയായി ചുരുങ്ങിയതായും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയതിനു ശേഷം നിർമ്മാണ മേഖലയുടെ GDPയിലെ പങ്ക് വർദ്ധിക്കുന്നതിന് പകരം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലാവുകയോ നേരിയ തോതിൽ കുറയുകയോ ആണ് ഉണ്ടായത്. 25% എന്ന വലിയ ലക്ഷ്യത്തിൽ നിന്ന് രാജ്യം വളരെ അകലെയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിർമ്മാണ മേഖല ഒരുപോലെ വളർന്നിട്ടില്ല. ചില സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് തമിഴ്നാട്, നിർമ്മാണത്തിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി. 2024-25 തമിഴ്നാടിന്റെ നിർമ്മാണ വളർച്ച 14.7% ആയിരുന്നപ്പോൾ രാജ്യത്തിന്റെ ശരാശരി വളർച്ച വെറും 4.5% മാത്രമായിരുന്നു. ഇത് കാണിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ നേട്ടങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ലഭിച്ചിട്ടില്ല എന്നും ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോയതെന്നുമാണ്. മേക്ക് ഇൻ ഇന്ത്യ എല്ലാ മേഖലകളിലും ഒരുപോലെ വിജയിച്ചില്ലെങ്കിലും ചില പ്രത്യേക മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോൺ നിർമ്മാണം ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ്. 2015 രാജ്യത്ത് വിറ്റഴിച്ച മൊബൈൽ ഫോണുകളിൽ 19.9% മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. എന്നാൽ 2019 ആയപ്പോഴേക്കും ഇത് 95% ഉയർന്നു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാവാണ്. പ്രതിരോധ മേഖല, ഫാർമസ്യൂട്ടിക്കൽസ്, വാഹന നിർമ്മാണം എന്നിവയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സർക്കാർ അവതരിപ്പിക്കുന്ന ചില കണക്കുകൾ ശരിയാണെങ്കിലും വലിയ ലക്ഷ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിർമ്മാണ മേഖലയുടെ വളർച്ച പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. 2022 10 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. സർക്കാരിന്റെ കണക്കുകൾ തൊഴിൽ മേഖലയിലെ പുരോഗതിയെക്കുറിച്ച് ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
2016-17 2022-23 ഇടയിൽ ഇന്ത്യയിൽ ഏകദേശം 17 കോടി പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെട്ടതായി ഒരു PIB റിപ്പോർട്ട് പറയുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കണക്കുകൾ പ്രകാരം പുതിയ ജോലികൾക്ക് പുറമെ ഔദ്യോഗികവൽക്കരിക്കപ്പെട്ട തൊഴിലുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. അതുപോലെ 2022-23 കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് 3.2% കുറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിർമ്മാണ മേഖലയിൽ മാത്രം 10 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായ വേഗതയിൽ തൊഴിൽ വളർച്ച ഉണ്ടായിട്ടില്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നിവ ചേർന്ന് പുറത്തിറക്കിയ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇന്ത്യയിലെ തൊഴിലില്ലാത്തവരിൽ 83% യുവജനങ്ങളാണ്. തൊഴിലില്ലാത്തവരിൽ വിദ്യാസമ്പന്നരുടെ എണ്ണം 2000-ലെ 54.2% നിന്ന് 2022-ൽ 65.7% ഉയർന്നു. ഇത് കാണിക്കുന്നത് വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്ക് പോലും അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. രാജ്യത്തെ തൊഴിലാളികളിൽ 90% ഇൻഫോർമൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും ഇത് പ്രധാനമായും അസംബ്ലിംഗ് പോലുള്ള കുറഞ്ഞ മൂല്യമുള്ള ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉയർന്ന മൂല്യവും വൈദഗ്ധ്യവും ആവശ്യമുള്ള ജോലികൾ ആവശ്യമായ അളവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. EPFOയിലെ അംഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് പുതിയ ജോലികളുടെ സൃഷ്ടിയേക്കാൾ നിലവിലുള്ള അനൌദ്യോഗിക ജോലികളെ ഔദ്യോഗിക മേഖലയിലേക്ക് മാറ്റിയതിനെയാവാം കൂടുതലായി സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തൊഴിൽ മേഖലയിൽ മൊത്തത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായ നിർമ്മാണ മേഖലയിലെ വലിയ തോതിലുള്ള തൊഴിൽ സൃഷ്ടി എന്ന വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റാനായിട്ടില്ല. നിർമ്മാണത്തിലും തൊഴിൽ സൃഷ്ടിയിലും ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾക്കപ്പുറം മേക്ക് ഇൻ ഇന്ത്യയുടെ ചില നേട്ടങ്ങളെയും നാം പരിഗണിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതാണ്. 2014-നും 2024-നും ഇടയിൽ ഇന്ത്യയിലേക്ക് $66,741 കോടി വിദേശ നിക്ഷേപം വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കഴിഞ്ഞ 24 വർഷങ്ങളിലെ മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ 67%. ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വലിയ വിജയമായി കണക്കാക്കാം. ലോക ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തി. 2014-ൽ 142-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2019-ൽ 63-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഇത് ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങാനും നടത്താനുമുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു എന്നതിന്റെ സൂചനയാണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പോലുള്ള പദ്ധതികളിലൂടെ സർക്കാർ വിവിധ മേഖലകളിലെ നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകി. ഇത് ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, വാഹന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. മേക്ക് ഇൻ ഇന്ത്യ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാതെ പദ്ധതിക്ക് അതിന്റെ പൂർണ്ണശേഷിയിൽ എത്താൻ കഴിയില്ല. റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുതി വിതരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയ പോരായ്മകൾ നിലനിൽക്കുന്നു. ഇത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യ പ്രധാനമായും അസംബ്ലിംഗ് അധിഷ്ഠിത വ്യവസായങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉയർന്ന മൂല്യമുള്ളതും മൂലധനം ആവശ്യമുള്ളതുമായ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ, നൂതന റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ രാജ്യം ഇപ്പോഴും പിന്നിലാണ്. വ്യവസായത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദഗ്ധരായ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾ ഉണ്ടായിട്ടും ഈ ലക്ഷ്യം പൂർണ്ണമായും നേടാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തെ ഭൂരിഭാഗം തൊഴിലാളികളും അനൌദ്യോഗിക മേഖലയിൽ ആയതിനാൽ അവർക്ക് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും നല്ല വേതനവും ലഭിക്കുന്നില്ല. ഇത് തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ ഒരു സമ്പൂർണ്ണ വിജയകഥയാണോ എന്നത് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. ഈ പദ്ധതിക്ക് നല്ല വശങ്ങളും ദോഷവശങ്ങളുമുണ്ട്. കണക്കുകൾ പെരുപ്പിച്ചതാണോ? സർക്കാരിന്റെ ചില കണക്കുകൾ മൊത്തത്തിലുള്ള ചിത്രം കാണിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് GDPയിലെ പങ്കും തൊഴിലവസരങ്ങളും സംബന്ധിച്ച കണക്കുകൾ ലക്ഷ്യമിട്ടതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതിനാൽ കണക്കുകൾ പൂർണ്ണമായും പെരുപ്പിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവ വലിയ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. യഥാർത്ഥ മാറ്റം സംഭവിച്ചോ? ഒരു യഥാർത്ഥ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് എല്ലാ മേഖലകളിലും ഒരുപോലെയല്ല. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിലും മൊബൈൽ ഫോൺ നിർമ്മാണം പോലുള്ള ചില പ്രത്യേക മേഖലകളിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറിയതിലും പദ്ധതി വിജയിച്ചു. എന്നാൽ നിർമ്മാണ മേഖലയുടെ GDPയിലെ പങ്ക് വർദ്ധിപ്പിക്കുക, ദശലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങൾ നേടാൻ പദ്ധതിക്ക് കഴിഞ്ഞില്ല. തൊഴിൽ വളർച്ച സാമ്പത്തിക വളർച്ചയ്ക്ക് ആനുപാതികമായിരുന്നില്ല. കൂടാതെ രാജ്യത്തുടനീളം വളർച്ച അസമമായിരുന്നു. ചുരുക്കത്തിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നത് ഒരു നല്ല തുടക്കമായിരുന്നു. പക്ഷേ അതൊരു പൂർണ്ണ വിജയമായി മാറിയിട്ടില്ല. ഇലക്ട്രോണിക്സ്, ഡിഫൻസ് തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായ നിർമ്മാണ മേഖലയുടെ വലിയ തോതിലുള്ള വളർച്ചയും തൊഴിൽ സൃഷ്ടിയും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്.
വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ സമഗ്രമായ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ മേക്ക് ഇൻ ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ വിജയമായി കണക്കാക്കാൻ കഴിയൂ. 2025ഓടെ നിർമ്മാണ മേഖലയുടെ പങ്ക് GDPയുടെ 25% ഉയർത്തുക എന്ന ലക്ഷ്യവും നേടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു വിജയഗാഥ എന്ന് ഇതിനെ പൂർണ്ണമായി വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇതിനെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.